ഒരു വ്യക്തിയുടെ ജനനം കൊണ്ട് ഏത് പ്രായത്തിലാണ് ആ വ്യക്തി ദുഷ്കൃതത്തിലേക്ക് മാറുന്നത്? എപ്പോൾ മുതലാണ് അയാൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ദുഷ്കൃതം വന്നു ചേരുന്നത്? നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ മുൻ വീഡിയോകളിലൊക്കെ തന്നെ ഈ എന്താണ് ദോഷം, എന്താണ് ദുരിതം, എന്താണ് ദുഷ്കൃതം എന്നുള്ള ജ്യോതിഷത്തിൻ്റെ ചില തത്വങ്ങൾ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സിന്ധുജി ചോദിച്ചതുപോലെ ഒരു മനുഷ്യൻ്റെ കുഞ്ഞ് ജനിക്കുന്നതോട് കൂടിയിട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളിലും വ്യത്യസ്തമായിട്ട് സമയം എടുത്തുകൊണ്ടാണ് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് ഈ കുഞ്ഞ് വരുന്നത്. അപ്പോൾ അതുവരെ ഈ കുഞ്ഞിന് ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിത സന്ധാരണത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഈ മാതൃ ശരീരത്തിലുണ്ടാവും. അതായത് ആ കുഞ്ഞിന് സമയത്തിന് പാല് കൊടുക്കാനുള്ള പാല്, അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള മടിത്തട്ട് ഉൾപ്പെടെയുള്ള എല്ലാം ഈ അമ്മയിൽ ഉണ്ട്, പ്രകൃതിദത്തമായിട്ട് അമ്മയുടെ സാന്നിധ്യത്തിലുണ്ട്. അത് കൂടാതെ നമ്മൾ കുട്ടിയുടെ ആരോഗ്യ പുഷ്ടിക്ക് വേണ്ടി ചെയ്യുന്ന പശുവിൻ പാല് കൊടുക്കുന്നത് മുതൽ ഉള്ള ഘട്ടം ഘട്ടമായിട്ട് ഈ ഫീഡ് ചെയ്യുന്ന ഇതിൽ എങ്ങനെയാണോ മാതൃബാഹ്യമായിട്ടുള്ള വസ്തുക്കൾ, ഇപ്പം നമ്മളത് അന്നമായാലും ശരി, പാലായാലും ശരി. ഇപ്പോൾ പാലൊക്കെ തീർച്ചയായിട്ടും വിശാലമായ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ കുട്ടിക്ക് കുടിക്കാനുള്ളതാണ് നമ്മൾ അപഹരിച്ചിട്ട് നമ്മളെ കുട്ടിക്ക് കൊടുക്കുന്നത്. അത് മുതൽ തുടങ്ങുന്ന ഈ ദോഷങ്ങൾ അത് മുതൽ അത് നിവൃത്തിയിൽ അത് ഈ കുട്ടിയുടെ ഒരു ആശ്രയ സ്വഭാവം, അങ്ങനെ അമ്മയെ ആശ്രയിക്കാതെ പറ്റില്ല. പക്ഷേ അമ്മ പരിപൂർണമായി ആരോഗ്യവതിയാണെങ്കിൽ ഈ കുട്ടിക്ക് വേറെ ഒന്നും വേണ്ട, വാസ്തവത്തിൽ വേറെ പുറമേയുള്ള ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. പക്ഷെ നമുക്ക് ഇന്ന് കാലഘട്ടത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ഈ കുട്ടിയെ ഫീഡ് ചെയ്യാൻ മദർ ഫീഡിങ് കൂടാതെ മറ്റ് രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ നമ്മൾ പ്രകൃതിയെ ആശ്രയിക്കുന്നതോട് കൂടിയിട്ട് തന്നെ അതൊക്കെ നമ്മുടെ ഒരു കർമ്മ വിഭാഗങ്ങളിലേക്ക് വരികയാണ്, ദോഷങ്ങളായിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. കാരണം ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ മാത്രമേ ഈ കുട്ടി ശിശു എന്ത് ചെയ്യുന്നുള്ളൂ, സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ആ സ്വയം പര്യാപ്തതയിലേക്ക് എത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ന്യായീകരിക്കപ്പെടുന്നു എന്നല്ലാതെ പ്രകൃതിയിൽ അതിന് വേറെ ന്യായീകരണങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ദോഷം തന്നെയാണ്, സംശയിക്കാനേ ഇല്ല. അപ്പം അങ്ങനെ ഒരു സഞ്ചിതമായിട്ടുള്ള അതാണ് ഇപ്പോൾ ഈ പ്രാരാബ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. കാരണം നിവൃത്തിയില്ല, നമുക്കത് പ്രകൃതി തന്നെ അങ്ങനെയുള്ള ഒരു സിസ്റ്റം തന്നിട്ട് പരിണാമത്തിൻ്റെ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് തന്നതുകൊണ്ട് എന്തായി, നമ്മൾ അങ്ങനെ ആശ്രയ മനോഭാവം മനുഷ്യ ശിശുക്കൾ കൂടുതലായതുകൊണ്ട് അത് മുതൽ തുടങ്ങുന്നു മനുഷ്യൻ്റെ ഈ കർമ്മവിഭാഗങ്ങളുടെ ഒരു തുടർച്ച. അതിങ്ങനെ പരമ്പരകളിലൂടെ കുറച്ചും കൂടെ ശിശു ആവുന്നു, പിന്നെ ബാലനാവുന്നു, പിന്നെ കുമാരനാവുന്നു, അല്ലെങ്കിൽ കുമാരിയാവുന്നു, യുവാവുന്നു, അല്ലെങ്കിൽ യുവതിയാവുന്നു, അതുപോലെ തന്നെ വൃദ്ധനാവുന്നു, അല്ലെങ്കിൽ വൃദ്ധയാവുന്നു. ഇങ്ങനെ ഈ പല പരിണാമഘട്ടങ്ങളിലൂടെ മനുഷ്യൻ പോകും തോറും ഈ സഞ്ചിത കർമ്മങ്ങൾ അവിടെ അങ്ങനെ കൂടി വരും. അത് അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ ഫിൽട്ടർ ചെയ്യാം. ആ ഫിൽട്ടർ ഓക്കെ. അപ്പോൾ ഈ ഫിൽട്ടർ അതല്ലേ ചോദിച്ചത് അല്ലേ? അപ്പോൾ ഫിൽട്ടർ ചെയ്യുന്നതാണ് ശരിക്കും ഈ സുഹൃത ഹോമം. അപ്പോൾ ഈ സുഹൃത ഹോമത്തിലൂടെ ഈ ജനിച്ച കുട്ടിയുടെ ശൈശവാവസ്ഥ മുതൽ വാർദ്ധക്യത്തിലേക്ക് വന്ന് പിന്നെ അദ്ദേഹം ശരീരം വെടിഞ്ഞു പോകുന്ന വരെയുള്ള കാലങ്ങളിൽ ഉണ്ടാവുന്ന പ്രവൃത്തിയാണ് അത് ദുഷ്കൃതമായി മാറും. പിന്നെ ആ ദുഷ്കൃതം ദുരിതമായി മാറും. ആ ദുരിതത്തിൽ നിന്ന് മാറുന്നതാണ് നമ്മൾ ഈ ശാന്തി ഹോമം ചെയ്യുന്നത്, സുഹൃതഹോമമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോ ഒരു ഇതിൽ യാതൊരു തരത്തിലുള്ള മാജിക് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുത സിദ്ധികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്ലാക്ക് മാജിക്കുകളോ ഒന്നും ഇതിലില്ല. മന്ത്രവാദക്രിയ ഒന്നും അല്ലാതെ. കാരണം ഈ പ്രത്യക്ഷമായിട്ടുള്ള ഈ സൂര്യ ഭഗവാനാണ് നമ്മളിപ്പോൾ നമുക്കറിയാം. ആകാശഗംഗ എത്രയോ കോടാനുകോടി, അതാണ് അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി എന്നാണ്. അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളിൽ ഒന്ന് മാത്രമായിട്ടുള്ള ഈ ആകാശഗംഗ, ആകാശഗംഗയുടെ കേന്ദ്രമായിട്ടുള്ള സൂര്യൻ, ആ സൂര്യനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭജിക്കുന്നത്. ആ സൂര്യനിലൂടെ എന്തൊക്കെ ഘടകങ്ങൾ നമുക്ക് വരുന്നുണ്ടോ ആ ഘടകങ്ങളെയൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ട് നമ്മളൊരു ആത്മശാക്തീകരണം സ്വയം തയ്യാറാവുകയാണ്. ഇതിനെ ബോധപൂർവം വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഉള്ള ഭാവിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ഈ ചെയ്തു പോയിട്ടുള്ള എല്ലാ സഞ്ചിത കർമ്മങ്ങളുടെയും കർമ്മ വിഭാഗങ്ങളെ പ്രായശ്ചിത്തമായിട്ടാണ് നമ്മൾ ഈ സൂഹൃതം. അപ്പോൾ പ്രകൃതി തന്നെയാണ് ഇവിടെ ഉപാസിക്കപ്പെടുന്നത്. പ്രകൃതി തന്നത് പ്രകൃതിയിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ഫിൽട്ടർ ചെയ്യണം. അതാ വേറെ ഒരു അത്ഭുതം ഇതിൽ നടക്കുന്നില്ല.
അതാണ്